സഹൃദയരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജോഹാൻ പീറ്റർ ഹേബൽ എഴുതിയ എൻ അൺഎക്സ്പെക്റ്റഡ് റീയൂണിയൻ എന്ന പ്രശസ്തമായ കഥയാണ്. ലോകത്തെ ഏറ്റവും മികച്ച കഥ എന്ന് കാഫ്ക പറഞ്ഞ കഥയാണിത്. സ്വിറ്റ്സർലൻഡിൽ ബാസലിൽ 1760 മെയ് 11 ജോഹാൻ പീറ്റർ ഹേബൽ ജനിച്ചത്. ബീസന്റനിലെ പ്രാദേശിക ഭാഷയായ അലൈമാനിക്കിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി എഴുതപ്പെടുന്നത്, 32 കവിതകളോടെ. ഹേബലിൻ്റെ രണ്ടാമത്തെ കൃതി കലണ്ടർ കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. കലണ്ടർ കഥകളിൽ വാർത്തകൾ, ചെറുകഥകൾ, ഉപകഥകൾ, ഹാസ്യകഥകൾ എന്നിവ ഉൾപ്പെടുന്നു. കലണ്ടർ കഥകളിൽ ഏറ്റവും അറിയപ്പെടുന്ന കഥയാണ് അൻവർ സോപ്സ് ബീഡർ സെഹർ അഥവാ എൻ അൺഎക്സ്പെക്റ്റഡ് റീയൂണിയൻ എന്ന പേരിലുള്ള അപ്രതീക്ഷിതമായ പുനഃസമാഗമം എന്ന കഥ. കാഫ്ക എപ്പോഴും സഞ്ചിയിൽ കൊണ്ടു നടക്കാറുള്ള ഹേബലിൻ്റെ കഥകൾ എക്കാലത്തെയും കഥയെഴുത്തുകാർക്കുള്ള മാതൃകാ പാഠമാണ്. നമുക്ക് കഥയിലേക്ക് വരാം. അപ്രതീക്ഷിതമായ പുനഃസമാഗമം, എൻ അൺഎക്സ്പെക്റ്റഡ് റീയൂണിയൻ. ജോഹാൻ പീറ്റർ ഹേബൽ. ചുരുങ്ങിയത് 50 വർഷം മുമ്പ് സ്വീഡനിലെ ഫൊളൂണിൽ യുവാവായൊരു കണിപ്പണിക്കാരൻ അവൻ്റെ മനസ്സമ്മതം കഴിഞ്ഞവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ലൂസിയായുടെ തിരുനാളിൻ്റെ അന്ന് വികാരി നമ്മുടെ സ്നേഹത്തെ ആശീർവദിക്കുകയും നാം ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് കൂടുകെട്ടി പാർക്കുകയും ചെയ്യും. അവിടെ ശാന്തിയും സമാധാനവും നിറയും. പ്രസ്തുത വധു വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് എനിക്ക് എല്ലാം. നീ ഇല്ലെങ്കിൽ കുഴിമാടത്തിലല്ലാതെ വേറെ എവിടെയും ഞാൻ കിടക്കില്ല. എന്നാൽ വിശുദ്ധ ലൂസിയായുടെ തിരുനാളിന് മുൻപ് ഇവർ തമ്മിൽ തിരുസഭയുടെ നിയമപ്രകാരം ഒന്നാകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് രണ്ടാമത്തെ തവണ വികാരി വിളിച്ചു ചൊല്ലിയപ്പോൾ മരണമായിരുന്നു മുന്നോട്ട് വന്നത്. അങ്ങനെ അടുത്ത ദിവസം കണിപ്പണിക്കാരൻ്റെ കറുത്ത വേഷമിട്ട്, കണിപ്പണിക്കാർ എപ്പോഴും സ്വന്തം ശ്മശാന യാത്രയ്ക്ക് തയ്യാറായാണ് വേഷമിടുന്നത്, യുവാവ് അവളുടെ വീടിന് മുമ്പിലൂടെ പോയപ്പോൾ ജനലിനുമേൽ അവൻ ഒരു തവണ മുട്ടി ശുഭദിനം ആശംസിച്ചു. എന്നാൽ ശുഭസായാഹ്നം ഉണ്ടായില്ല. അവൻ ഒരിക്കലും കരിയിൽ നിന്ന് തിരിച്ചു വന്നില്ല. അതേ ദിവസം കാലത്ത് വിവാഹ ദിവസം അവന് കഴുത്തിലണിയാൻ അവൾ ചുവന്ന അരികുള്ള ഒരു ഉറുമാൽ തുന്നിയിട്ടുണ്ടായിരുന്നു. അവൻ ഒരിക്കലും തിരിച്ചു വരാതിരുന്നപ്പോൾ അവളത് മാറ്റിവെച്ച് അവന് വേണ്ടി കരഞ്ഞു. അവനെ ഒരിക്കലും മറക്കാതിരുന്നു. തുടർന്ന് വന്ന വർഷങ്ങളിൽ ഒരു മഹാഭൂകമ്പം ലിസ്ബൺ നഗരത്തെ നിലംപരിശാക്കി. 7 വർഷ യുദ്ധം വരികയും പോവുകയും ചെയ്തു. ഫ്രാൻസിസ് 1 ചക്രവർത്തി ചരമം പ്രാപിച്ചു. ജെസ്യൂട്ട് സഭ പിരിച്ചുവിടപ്പെട്ടു. ഹോളണ്ട് വിഭജിക്കപ്പെട്ടു. മാറിയ തെരേസ ചക്രവർത്തിനി നിര്യാതയായി. ഡോക്ടർ സ്റ്റൂവൻസി തൂക്കിലേറ്റപ്പെട്ടു. അമേരിക്ക സ്വതന്ത്രയായി. ഒന്നായ ഫ്രഞ്ച് സ്പാനിഷ് ശക്തികൾ ജിബ്രാൾട്ടർ പിടിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഹംഗറിയിലെ വൈറ്റൻസ് ഗുഹയിൽ തുർക്കികൾ ജനറൽ സ്റ്റൈററിനെ തടവിലാക്കി. ജോസഫ് ചക്രവർത്തി ഇഹലോകവാസം വെടിഞ്ഞു. സ്വീഡനിലെ ഗുസ്താവസ് ചക്രവർത്തി റഷ്യൻ ഫിൻലാൻഡ് പിടിച്ചെടുത്തു. ഫ്രഞ്ച് വിപ്ലവത്തിനും മഹായുദ്ധത്തിനും ഇടയാക്കി. തുടക്കമായി. ലിയോപോൾഡ് രണ്ടാമനും മണ്ണിനടിയിലായി. നെപ്പോളിയൻ പ്രഷ്യയെ കീഴടക്കി. ഇംഗ്ലീഷുകാർ കോപ്പർഹെൻസിൽ ബോംബ് വർഷം നടത്തി. കർഷകർ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തു. ധാന്യം പൊടിക്കുന്നവർ ധാന്യം പൊടിച്ചു. കൊല്ലന്മാർ ചുറ്റുകൊണ്ട് കൊല്ലപ്പണി ചെയ്തു. കനിപ്പണിക്കാർ ഭൂഗർഭത്തിലുള്ള അവരുടെ പണിയിടങ്ങളിൽ ലോഹങ്ങൾക്കായി പരതി. എന്നാൽ 1809 വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാളിനോടടുപ്പിച്ച് ഫൊളൂണിൽ ഏതാണ്ട് 300 അടി താഴ്ചയിലുള്ള 2 ഖനികൾക്കിടയിൽ കുഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തുരിശിനും ചരൽക്കല്ലുകൾക്കുമിടയിൽ നിന്ന് ഏതാനും ഖനിപ്പണിക്കാർ ഒരു യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. തുരിശ് നന്നായി കറിയിരുന്നെങ്കിലും ശരീരം ജീർണിക്കാതെയും മാറ്റങ്ങളില്ലാതെയുമായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖവും വയസ്സും പൂർണ്ണമായും തിരിച്ചറിയാവുന്ന വിധത്തിലായിരുന്നു, ജോലിക്കിടയിൽ ഉറങ്ങിപ്പോയതുപോലെ. എന്നാൽ അവർ അവനെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ അറിയാവുന്നവരും മരിച്ചു മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിനാൽ ഉറങ്ങുന്ന യുവാവിനെ പരിചയമുണ്ടെന്നും അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വന്നില്ല. ഒടുവിൽ
ഒരു ദിവസം ജോലിക്ക് പോവുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാതിരിക്കുകയും ചെയ്ത കണിപ്പണിക്കാരന് പ്രതിഷ്ഠിതമാക്കപ്പെട്ടവൾ വന്നെത്തി. നരച്ച് കൂനിക്കൂടി ഊന്നുവടിയിൽ ഏന്തി വന്ന വൃദ്ധ തൻ്റെ വരനെ തിരിച്ചറിഞ്ഞു. ദുഃഖത്തെക്കാളധികം ആനന്ദവാത്സല്യങ്ങളോടെ അരുമയായ മൃതദേഹത്തിന്മേൽ അവർ അമർന്നു. തീവ്രമായ മാനസിക വിക്ഷോഭങ്ങളിൽ നിന്ന് മോചിതയാകാൻ അവർ കുറേയധികം സമയമെടുത്തു. ഇതെനിക്ക് പറഞ്ഞു വെച്ചവനാണ്, ഒടുവിൽ അവർ പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി ഇവന് വേണ്ടി വിലപിക്കുകയാണ് ഞാൻ. മരിക്കുന്നതിന് മുമ്പ് ഇവന് ഒരു നോക്ക് കാണാനായി ഇപ്പോൾ ദൈവം എന്നെ അനുവദിക്കുകയാണ്. ഞങ്ങളുടെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ഇവൻ കനിയിലേക്ക് പോവുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയും ചെയ്തില്ല. അവിടെ കൂടിയിരുന്നവരെയെല്ലാം ആ രംഗം പിടിച്ചുലച്ചു. ഇപ്പോൾ സൗന്ദര്യവും ശക്തിയും കൊഴിഞ്ഞ പഴയ പ്രതിഷ്ഠിത വധുവിൻ്റെ മാറിൽ യൗവനയുക്തമായ പ്രണയം പുനരുജ്ജീവിക്കുന്നത് കണ്ട് കൂടിയിരുന്നവരെല്ലാം കരയാൻ തുടങ്ങി. വരന് അപ്പോഴും യൗവനത്തിൻ്റെ അരുണിമ നഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും അവൻ ചിരിക്കാനായി വാ തുറക്കുകയോ വൃദ്ധയെ തിരിച്ചറിയാനായി കണ്ണു തുറക്കുകയോ ചെയ്തില്ല. ഒടുവിൽ അവൻ്റെ കുഴിമാടം പള്ളിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കെ അവന് വേറെ ആരുമില്ലാത്തതിനാലും ഒരേയൊരു യഥാർത്ഥ അവകാശി താൻ മാത്രമായതിനാലും അവനെ തൻ്റെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരാൻ വൃദ്ധ കണിപ്പണിക്കാരോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം കുഴിമാടം തയ്യാറായ ഉടനെ കണിപ്പണിക്കാർ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ വൃദ്ധ ചെറിയൊരു പെട്ടി തുറന്ന് ചുവന്ന അരികുള്ള കറുത്ത പട്ടുറുമാൾ അവൻ്റെ കഴുത്തിൽ അണിയിച്ചു. ശവസംസ്കാര ചടങ്ങിനല്ല, പകരം വിവാഹ ദിവസം എന്ന പോലെ തൻ്റെ ഏറ്റവും നല്ല ഉടുപ്പിൽ അവരും അവനെ അനുഗമിച്ചു. തുടർന്ന് അവനെ കുഴിമാടത്തിലേക്ക് താഴ്ത്തവേ അവർ പറഞ്ഞു, 1 or 10 ദിവസം നമ്മുടെ തണുത്ത വിവാഹശയ്യയിൽ സുഖമായി ഉറങ്ങൂ. കാലമിനി നിനക്ക് നിശ്ചലമാകാതിരിക്കട്ടെ. എനിക്ക് കുറച്ചേ ഇനി ചെയ്യാനുള്ളൂ. അധികം വൈകാതെ ഞാൻ തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ദിവസം പുലരും. ഒരിക്കൽ ഭൂമി തിരിച്ചു തന്നത് വീണ്ടും അത് പിടിച്ചെടുക്കില്ല. നടന്നകുന്നുകൊണ്ട് അവർ പറഞ്ഞു. പിന്നെ ഒരിക്കൽ കൂടി കാണാനായി വീണ്ടും അവർ തിരിഞ്ഞു നിൽക്കി.